എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നീസിയും ഫാമിലിയും അവരിപ്പോൾ ഉള്ള ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ ലേക്ക് ഉണ്ട്, അത് വിസിറ്റ് ചെയ്യാനും പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വണ്ടിയിൽ തങ്ങളുടെ കാറ് അടിവാരത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലം വരെ ലിന്നും അവന്റെ അച്ഛനും അമ്മയും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ചുള്ള ആ ബസ് യാത്രയിൽ നീസി വളരെ ഹാപ്പി ആയിരുന്നു, ലിന്നും ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു പ്ലേസിലെത്തി അവർ കുറെ ഫോട്ടോസ് ഗ്രൂപ്പായി എടുക്കുകയും അതിനുശേഷം നീസിയും ലിന്നും തന്നെ സംസാരിക്കുകയും അവിടെ സ്നാക്സും മറ്റും വാങ്ങാനേ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ നല്ല കപ്പിളാണല്ലോ എന്ന് നീസിയുടെ അങ്കിളും ആന്റിയും കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ശല്യപ്പെടുത്താനൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും അവനെ അത്രയ്ക്ക് അതിനെ സമ്മതിക്കാതെ പ്രത്യേകം അവർ തടയുന്നുണ്ട്. അങ്ങനെ സ്നാക്സ് വാങ്ങി വരുന്ന ലിന്നിനോട് ഐസ് സ്കേറ്റിംഗ് പഠിപ്പിച്ചിട്ട് ഫീസൊക്കെ കിട്ടിയോന്ന് അങ്കിള് കുശലം ചോദിക്കുമ്പോൾ എവിടുന്ന് ഫീസ് ഒട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല അതിനുശേഷം നീസി വാങ്ങുന്ന എല്ലാത്തിനും ഞാനിപ്പോ പേ ചെയ്യേണ്ടി വരുന്നുണ്ടെന്നും കൂടി അവൻ അവിടെ തമാശ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ രസകരമായി കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഇവർ യാത്ര പറഞ്ഞ് തിരിച്ച് പോകുമ്പോഴേക്കും ലിന്നാകട്ടെ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ സ്വാങ്ങിന്റെ ഫ്രണ്ട് കെവിൻ അഡ്മിറ്റ് ആയിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി കെവിനെ കാണുകയും സ്വാങ്ങിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് കെവിനെ അപ്പോൾ ലിൻ ഒരുപാട് സഹായിച്ചു, അതിന്റെ പേരിൽ താങ്ക്സ് ഒക്കെ സ്വാങ് പറയുന്നുണ്ട്. അവർ പിരിയുന്ന ടീമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ലിന്നാകട്ടെ നീസിക്ക് ഉണ്ടാക്കി കൊടുത്ത കുറച്ച് സ്നോ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ, അതൊന്നും അവൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കില്ല, ഉരുകി പോകും. അതുകൊണ്ട് തന്നെ അതിനെ ഇവിടെ വെച്ചിട്ട് പോകുന്നതിൽ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ സങ്കടം തീർക്കാനായി അതിന്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് ലിന്നിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയും ആവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വെക്കേഷൻ ഒക്കെ ആഘോഷിച്ച ശേഷം ലിൻ മടങ്ങി പോകുന്നത് മുത്തശ്ശനെ കാണാനായിട്ടാണ്. അങ്ങനെ മുത്തശ്ശനോട് ലിൻ സംസാരിച്ചു പോകുമ്പോഴേക്കും അമ്മയെ പറ്റിയൊക്കെ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലിൻ പോയ ശേഷം മുത്തശ്ശൻ തന്റെ സ്റ്റാഫിന്റെ അടുത്ത് ലിന്നിന്റെ അമ്മയുമായുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അവരെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം, അവൾ എന്റെ മകളാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് ലിന്നിന്റെ അങ്കിൾ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്കിളിനും വൈഫിനും ലിന്നും അവന്റെ അമ്മയൊക്കെ ഈ മുത്തശ്ശനായി അടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്തായാലും പിന്നീട് ഈ അങ്കിളാകട്ടെ നീസിയുടെ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഷാങ്കയിലേക്ക് ഹോളിഡേ ആഘോഷിക്കാനായി നീസിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ബിസിനസ് പരമായ കാര്യങ്ങളിലെ പരിചയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആ മീറ്റിംഗിന്റെ ഇടയിൽ തന്റെ അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടി വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളെ പറ്റിയും ലിന്നിന്റെ അങ്കിൾ നീസിയുടെ അച്ഛനോട് പറയുന്നുണ്ട്. അതായത് ലിന്നിന്റെ മുത്തശ്ശന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം. അതെ, ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് നീസിയുടെ അച്ഛൻ കമ്പനിക്ക് ഫണ്ടൊന്നും കൊടുത്തില്ലെങ്കിലും ലിൻ എന്തൊക്കെ അറേഞ്ച് ചെയ്യുന്നു എന്ന കാര്യം അങ്കിൾ അറിയിക്കുന്നത്. അത് നീസിയുടെ അച്ഛനെ ഭയങ്കരമായി ഷോക്ക് ആക്കുന്നുണ്ട്. ഓ, ആ പയ്യൻ ബിസിനസ്സിൽ ഇറങ്ങി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന്. ആ കമ്പനി ലിൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ പോലും നീസിയുടെ അച്ഛന് എന്തോ കാരണങ്ങൾ കൊണ്ട് താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ലിന്നിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനായി തന്റെ അസിസ്റ്റന്റിനെ അയാൾ ഏർപ്പാടാക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് നീസിയുടെ അച്ഛൻ ആളുടെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിനെയും അവരുടെ മകളായ നിയാനെയും കാണാനായി പോകുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങി അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും കാശെല്ലാം കുറെ പൊട്ടിച്ചെന്ന് മറ്റുള്ള അയാൾ നോക്കുമ്പോഴേക്കും നിയാന് ജോബ് കിട്ടി, അതിന്റെ ഒരു ചെലവ്, അല്ലാതെ പേടിക്കേണ്ട, ക്രെഡിറ്റ് കാർഡിൽ നിന്നൊന്നും അല്ലാന്നെല്ലാം അവർ പറയുമ്പോൾ ഈ മാസം ചെലവിന് തന്ന കാശെല്ലാം തീർന്നെല്ലാം നീസിയുടെ അച്ഛൻ അവരോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് നന്നായി ഇങ്ങനെ കാശ് കൊടുക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തിനും ഒരു ഗിഫ്റ്റ് അവൾക്ക് ജോലി കിട്ടിയ ഒരു കാശിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണിക്കുന്നു. കൂട്ടത്തിൽ തന്നെ ഇവൾക്ക് കരിയറിൽ പ്രോഗ്രസ് ചെയ്യാനായി നിങ്ങൾ നന്നായി അവളെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളുടെ കണക്ഷനൊക്കെ ഉപയോഗിച്ച് അവൾക്ക് നല്ലൊരു സഹായമൊക്കെ ചെയ്തു കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്ന നീസി കൊളീഗ്സിന് വേണ്ടി അവൾ ടൂർ പോയിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കുറെ ലോക്കൽ സ്നാക്സ് മറ്റും മേടിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം അവർ അടുത്തതായി ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അന്നാകട്ടെ നീസി കുറെ നാളുകളായി തനിക്ക് വായിക്കാൻ തരാമെന്ന് പറഞ്ഞ് ലിൻ ഇപ്പോൾ വായിക്കാൻ തരാത്ത ബുക്കിന്റെ കാര്യമൊക്കെ അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈവനിങ് അപ്പാർട്ട്മെന്റിലേക്ക് വരാനായി ലിൻ പറയുന്നു. അങ്ങനെ ആ ബുക്ക് വാങ്ങാനായി ലിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഈവനിങ് നീസി ചെല്ലുമ്പോഴേക്കും ഒരു ബുക്ക് നിറയെ അവൾക്ക് വായിക്കാൻ താല്പര്യപ്പെടുമെന്ന് തോന്നുന്ന ബുക്സ് ഒക്കെ അവൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ പ്രത്യേക റൂളും പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈം 2 ബുക്കിൽ കൂടുതൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, പിന്നെ എടുത്ത ബുക്ക് കറക്റ്റ് ആയി റിട്ടേൺ ചെയ്യണമെന്നല്ല. അവൾ അങ്ങനെ അതും വായിച്ച് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവനാകട്ടെ അവൾക്ക് വേണ്ടി പ്രത്യേകമായി ഡിന്നറും തയ്യാറാക്കുന്നു. ആ സമയം ഓഫീസിൽ വെച്ച് ലിൻ എപ്പോഴും അവന്റെ ടേബിളിൽ ഒരു പ്രത്യേക സോയാബീന്റെ ഡിഷ് കഴിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വീണ്ടും കാണുന്നവൾ അതിനെപ്പറ്റി തിരക്കുമ്പോൾ എന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായി ഈ ഫുഡ് വളരെ യൂസ്ഫുൾ ആണെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ഹെൽത്തിനേക്കാളേറെ, അതായത് ശരീരത്തുള്ള ബുദ്ധിമുട്ടുകളെക്കാളേറെ എന്റെ മനസ്സിനാണ് പ്രശ്നമുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്ത എന്റെ സർജൻ എന്ന കരിയർ തന്നെ നഷ്ടപ്പെട്ടില്ലേ, ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞ് അവന്റെ കൈ റെഡി ആവാത്തതുകൊണ്ടല്ല അവൻ ആ കരിയർ ഒക്കെ നഷ്ടമായത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ചിന്തിച്ചിങ്ങനെ കൈ നോക്കി അവൻ നിൽക്കുമ്പോഴേക്കും നീസിക്ക് സങ്കടമാവുന്നുണ്ട്. അവൾ പതിയെ ഇപ്പൊ വേദന ഉണ്ടോ എന്ന് ചോദിച്ച് കയ്യിൽ പിടിക്കുമ്പോഴേക്കും ഇപ്പൊ ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ പതിയെ അവളുടെ കയ്യിൽ തിരിച്ച് തൊടാനായി ഒരുങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് ആ കൈ നാണം വന്നിങ്ങനെ മാറ്റുന്നുണ്ട്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് നീസി അവിടെ നിന്ന് മടങ്ങി പോയി കഴിഞ്ഞ അടുത്ത ദിവസമായിട്ട് അവളെ അച്ഛൻ ഫോൺ ചെയ്ത് നാട്ടിലേക്ക് വരാനായി പറയുന്നുണ്ട്. നാട്ടിലൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അത് കാണാന്നൊക്കെ പറഞ്ഞാണ് അവളെ നൈസായിട്ട് വിളിക്കുന്നതെങ്കിലും അവൾ എനിക്ക് ഇവിടെ ജോലി തിരക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ഛന്റെ ഭാവം മാറുന്നു. നിന്റെയും ലിന്നിന്റെയും റിലേഷനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തൊന്നെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അച്ഛൻ മറ്റേ കമ്പനിയിൽ ലിൻ ഫണ്ട് റേസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവനെ പറ്റി അന്വേഷിക്കാനായി അസിസ്റ്റന്റിനെ ഏർപ്പാടാക്കിയിരുന്നല്ലോ. അങ്ങനെ അയാൾ വഴിയാണ് നീസിയും ലിന്നും തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന ഡൗട്ടൊക്കെ
അച്ഛന് മനസ്സിലായത്. തുടർന്ന് ആ കാര്യങ്ങളെ പറ്റി ഇപ്പൊ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നൊന്നും കേൾക്കാനായി നീസി തയ്യാറാവാതെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൽ കൂടി പറഞ്ഞ അവള് കേൾക്കില്ല. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ആക്കണം എന്ന് തീരുമാനിച്ച് അച്ഛൻ അവളെ കാണാനായി പുറപ്പെടുന്നുണ്ട്. തുടർന്ന് നേരിട്ട് അവളെ കാണുന്ന അച്ഛൻ, നീ എന്ത് കണ്ടിട്ടാ ഈ ലിന്നിനെ ഡേറ്റ് ചെയ്യുന്നത്? അവൻ നിന്നെ പോലെ ഒരാൾക്ക് പറ്റിയ പയ്യനേ അല്ല. അവൻ എങ്ങനെയെങ്കിലും ഇപ്പൊ അവനെ അകറ്റി നിർത്തിയിരിക്കുന്ന അവന്റെ അച്ഛന്റെ കുടുംബത്തിൽ കയറി പറ്റണമെന്ന് ചിന്തയുള്ള ഒരുത്തന. അത് മാത്രം അവന്റെ ആവശ്യം. അവൻ അതിനുവേണ്ടി നിന്നെ യൂസ് ചെയ്യാറിയാവോ? കഴിഞ്ഞൊരു 3 വർഷം മുന്നേ അവൻ എന്റെ ഗേൾ ഫ്രണ്ട് ആയ ആ ലേഡിയുടെ മകളുണ്ടല്ലോ നിയാൻ, അവളെ ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനായിട്ടുള്ള യാത്രക്കിടയിലാണ് അവന് ആക്സിഡന്റ് പറ്റിയത്. അങ്ങനെ അവളെ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ ഇപ്പൊ നിന്റെ പുറകിന് കൂടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന നീസി ആകെ ഷോക്കാവുന്നു. 3 വർഷങ്ങൾക്ക് മുന്നേ ലിന്നിന് സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണ് അവനെ അവന്റെ ഇഷ്ടപ്പെട്ട കരിയറിൽ നിന്ന് മാറ്റി നിർത്തി ഇങ്ങനെ ആക്കിയതെന്ന് അവൾക്കറിയാം. അച്ഛൻ പറയുന്ന ഈ കാര്യം അതേ കാര്യമാണോ സത്യമാണോ എന്ന് അറിയാനായി അവൾ വേഗം ലിന്നിനെ കാണാനായി പോകുന്നുണ്ട്. പക്ഷെ അവന്റെ വീടിന്റെ അവിടെ എത്തുമ്പോൾ അവൾക്ക് പോയി ചോദിക്കണോ വേണ്ടോ എന്ന് ആകെ കൺഫ്യൂഷൻ. അവൾ അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ലിന്നാകട്ടെ അകത്ത് അവന്റെ റിക്കവറിക്ക് വേണ്ടിയുള്ള ചില എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്തായാലും അവൾ നിൽക്കുന്ന കണ്ട് അടുത്തേക്ക് വന്ന് എന്നിവിടെ നിൽക്കുന്ന എന്താ അകത്തേക്ക് വരാൻ ഞാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നെല്ലാം നീസി ചോദിക്കുമ്പോൾ, നീയാനോ അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. 3 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഫ്രണ്ട് എന്നെ ഫോൺ ചെയ്ത് ചെങ്ങുവാന്റെ മകൾ എന്നെ കാണാനായി ഡേറ്റിന് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. അന്നപ്പോ നീ അല്ലായിരുന്നു എന്നെ ഡേറ്റിന് വിളിച്ചത്. അച്ഛന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിന്റെ മകളാണ് അന്ന് ലിന്നിനെ ഡേറ്റിന് ക്ഷണിച്ചിരുന്നത് എന്നെല്ലാം നീസി പറയുമ്പോൾ ഭയങ്കരമായി തന്നെ ലിൻ ഷോക്കാവുന്നുണ്ട്. ലിൻ ആക്ച്വലി ഈ നിമിഷം വരെ നീസിയാണ് അവനെ ഡേറ്റിന് വിളിച്ചതെന്നാണ് കരുതിയിരുന്നത്. കാരണം നീസിയുടെ അച്ഛൻ ഇതുപോലെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതൊന്നും ലിന്നിന് അറിയില്ലല്ലോ. അവനറിയാവുന്ന അയാളുടെ മകൾ നീസി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി നീസിയെ മുന്നേ കണ്ട് അവൻ അറിയാവുന്നത് കൊണ്ടും അവളാണ് ഡേറ്റിന് വിളിച്ചതെന്ന് കരുതിയാണ് അവൻ ഡേറ്റിന് പോയത്. എന്തായാലും തന്നെ അന്ന് ഡേറ്റിന് വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവൾക്ക് പിന്നീട് തന്നെ ഒരു ഓർമ്മയില്ലാത്തത്, എന്തുകൊണ്ടാണ് തനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ കാണാൻ വരാഞ്ഞത് എന്ന പല കൺഫ്യൂഷൻ ലിന്നിനുണ്ടായിരുന്നല്ലോ. എന്തായാലും അവളല്ല പിന്നെ എങ്ങനെ അവള് തന്നെ ഓർക്കാനാണെന്ന് ഇപ്പൊ അവന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവൻ ഇത് വലിയ ഷോക്കായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ വേഗം ആ ഡേറ്റ് എന്ന് അറേഞ്ച് ചെയ്ത ആ ഫ്രണ്ടിനെ വിളിച്ച് ആള് നാട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തി വേഗം നീസിയും കൂട്ടി ആ ഫ്രണ്ടിനെ കാണാനായി പുറപ്പെടുന്നു. പിന്നെ ആ ഒരു ഫ്രണ്ടിനെ കാണാനായി ചെല്ലുന്ന ടീം നീസിയെയും ലിന്നിനെയും ഒരുമിച്ച് കാണുന്ന ആ ഫ്രണ്ട്, നിങ്ങളിപ്പോ എന്താ ഒരുമിച്ച്, എന്താ നിങ്ങൾക്കിടയിൽ റിലേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം. അതിനു മുന്നേ നീ എന്നെ എനിക്ക് ആക്സിഡന്റ് പറ്റിയ ആ ദിവസം ഒരു ഡേറ്റ് അറേഞ്ച് ചെയ്ത് തന്ന് വിളിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് നീ എന്നെ ഡേറ്റിന് വിളിച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്നോട് പറഞ്ഞത് അത് ചെങ്ങുവാന്റെ മകളാണെന്നാ അല്ലെ? പക്ഷെ അത് യഥാർത്ഥത്തിൽ ചെങ്ങുവാന്റെ സ്വന്തം മകളായിരുന്നില്ല. അതെ, ഇതാണ് ചെങ്ങുവാന്റെ സ്വന്തം മകൾ നീസി. ആ പെൺകുട്ടി ആളുടെ ഗേൾ ഫ്രണ്ടിന്റെ മകളാണ്. നീ എന്നിട്ട് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ അങ്ങനെ ഡേറ്റിന് വിളിച്ചതെന്നല്ല ലിൻ ചോദിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ആള് മാറിപ്പോയത് ചെങ്ങുവാന്റെ സ്വന്തം മകളാണ് ഞാനെന്ന് കരുതിയ അവള് നിന്നോട് താല്പര്യമുണ്ട് ഡേറ്റിന് വിളിച്ചാരാണ് എന്നോട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ രണ്ടുപേരുടെ മ്യൂച്വൽ ഫ്രണ്ട് എന്ന രീതിക്ക് ഞാൻ അതിനെ സമ്മതിച്ചത്. പക്ഷെ പിന്നീടാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. എനിക്ക് ആള് മാറിപ്പോയതാ. ഞാനത് നിന്നോട് പറഞ്ഞത് തെറ്റ് തന്നെയാണെന്നെല്ലാം ആ ഫ്രണ്ട് പറയുമ്പോൾ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് സോൾവ് ആവുന്നുണ്ട്. എന്തായാലും നീസയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ ഭയങ്കര ഒരു സമാധാനം ഫീൽ ആവുന്നുണ്ട്. അവളുടെ അച്ഛൻ പറഞ്ഞ കണക്ക് ഒരാളല്ല ലിൻ. ലിൻ ഒരിക്കലും ആ പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ലിൻ താനാണെന്ന് കരുതിയാണെന്ന് വന്നത്. തന്നെ കാണാനായി പുറപ്പെട്ട സമയത്താണ് ലിന്നിന് ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നീസി അല്ല തന്നെ അന്ന് വിളിച്ചിരുന്നത്. മറ്റൊരു പെൺകുട്ടി നീസിയുടെ ഐഡന്റിറ്റിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ നോക്കിയതാണെന്ന് ലിന്നിന് ഭയങ്കര നിരാശയായിട്ടുണ്ടായിരുന്നു. എന്തായാലും നീസി സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭയങ്കരമായ സന്തോഷത്തിലാണ്. അവൾ വേഗം അച്ഛനെ വിളിക്കുമ്പോഴേക്കും അച്ഛൻ ഭയങ്കര പുച്ഛത്തിൽ ഫോൺ എടുത്ത്, ഓ ഞാൻ പറഞ്ഞതൊക്കെ അന്വേഷിച്ചപ്പോ സത്യം ഒന്നും മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അന്വേഷിച്ചു, കാര്യങ്ങളും മനസ്സിലായി. പക്ഷെ അച്ഛൻ പറഞ്ഞതിന്റെ പകുതി മാത്രമേ സത്യമുള്ളൂ. ആക്ച്വലി ആ നിയാൻ എന്റെ ഐഡന്റിറ്റിയിൽ ലിന്നിനെ അപ്രോച്ച് ചെയ്യാനായി നോക്കിയിരുന്നു. ഒരു പാർട്ടിക്കിടയിൽ ഓൾറെഡി എന്നെ കണ്ടിട്ടുള്ള ലിൻ ചെങ്ങുവാന്റെ മകൾ അപ്രോച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഞാനാണെന്ന് കരുതി ഡേറ്റിന് പുറപ്പെട്ടതാണ്. പക്ഷെ ആ ഡേറ്റിനിടയിൽ ആക്സിഡന്റ് പറ്റി ഇങ്ങനെ ആയെങ്കിലും ആക്ച്വലി ഞാനല്ലായിരുന്നല്ലോ അത്, ആ നിയാനല്ലേ അവൾ എന്റെ ഐഡന്റിറ്റിയിൽ ലിന്നിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോഴേക്കും നീസിയുടെ അച്ഛൻ അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്ന. ഒരു ദിവസം, അതായത് ലിന്നിന് ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞ ഒരു ദിവസം നീസിയുടെ അച്ഛൻ തന്റെ ഗേൾ ഫ്രണ്ടിന്റെ മകളെയും കാണാനായി ചെല്ലുമ്പോഴേക്കും ഞാൻ അവിടെ ഭയങ്കര ടെൻഷനിലാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കിടയിൽ എന്നെ കണ്ട് ലിന്നിന് എന്നെ ഇഷ്ടമായി. ആള് എന്നെ കാണാനായിട്ട് ഒരു ഡേറ്റിന് വരായിരുന്നപ്പോ ആക്സിഡന്റ് പറ്റി. കുറച്ച് ദിവസമായി ആക്സിഡന്റ് പറ്റിയിട്ട്. പക്ഷെ ഞാൻ അത് അറിഞ്ഞിട്ട് ഇതുവരെ പോയി കണ്ടില്ല, കുഴപ്പമാവുമെന്നൊക്കെ ഇങ്ങനെ അവൾ പറഞ്ഞിരുന്നു. ആക്ച്വലി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഡേറ്റിന് ലിൻ നിയാനെ ക്ഷണിച്ചിരുന്നു എന്ന കാര്യം അച്ഛൻ അറിഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞത് കള്ളാണെന്നൊന്നും അച്ഛൻ അറിയില്ലായിരുന്നല്ലോ. എന്തായാലും ഇപ്പൊ അത് ബോധ്യമാവുന്നുണ്ട്. പിന്നെ ലിന്നിനെ നീസിയുടെ അച്ഛന് അറിയാം. എങ്ങനെയും ലിന്നിനെ തകർക്കണം എന്ന രീതിക്ക് അദ്ദേഹം നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എന്റെ അങ്കിളും നീസിയുടെ അച്ഛനും ബിസിനസ്സിൽ വലിയ കൂട്ടാണ്. അപ്പോ ലിൻ ഫാമിലി ബിസിനസിന്റെ ഒക്കെ ഒരു ഭാഗമായാലും തങ്ങൾക്ക് കിട്ടാനുള്ള ഷെയർ കുറയുന്ന ലിന്നിന്റെ അങ്കിളിനൊക്കെ നല്ല പേടിയുണ്ടല്ലോ. അപ്പോൾ ലിന്നിനെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയ കാര്യം അറിഞ്ഞപ്പോ നീസിയുടെ അച്ഛൻ അങ്കിളിനെ വിളിക്കുമ്പോൾ അവന്റെ കരിയറും എല്ലാം പോയി. ഇനി അവൻ ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റത്തില്ല. എന്തായാലും അവൻ ആക്സിഡന്റ് പറ്റിയത് നന്നായിന്നൊക്കെ ലിന്നിന്റെ അങ്കിൾ അന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ ഓർക്കുന്ന നീസിയുടെ അച്ഛന് ഞാൻ തന്നോട് കള്ളം പറഞ്ഞതിന്റെ
പേരില് നിയാനോട് ഇപ്പൊ നല്ല കലിപ്പ് തോന്നുന്നുണ്ട്. എന്തായാലും ഭയങ്കര കലിപ്പില് നീസയുടെ അച്ഛനായിട്ടുണ്ട്. അപ്പോഴേക്കും ആളുടെ ഗേൾഫ്രണ്ടും മകളും അവരിപ്പോ നീസയുടെ അച്ഛന്റെ കാശിന് വാങ്ങിയ വിലപിടിപ്പുള്ള വാച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് മുറ്റത്ത് വണ്ടി വന്ന ശബ്ദം. നീസയുടെ അച്ഛനാണ് വന്നതെന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവരാകട്ടെ പ്രാർത്ഥിക്കുന്ന കണക്കൊക്കെ ഒരു നാടകം കളിക്കുന്നുണ്ട്. നീസയുടെ അച്ഛൻ വരുമ്പോ വന്നു എന്നും പറഞ്ഞ് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു വീട്ടമ്മ കണക്കൊക്കെ അവർ ആക്ഷൻ കാണിക്കുമ്പോഴേക്കും നീസയുടെ അച്ഛൻ നല്ല കലിപ്പിലാണല്ലോ. എവിടെ നിയാനെന്നും പറഞ്ഞ് നിയാനെ വിളിക്കുകയും അവളെ കണ്ടപാടെ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. എന്നോട് നീ കള്ളം പറഞ്ഞു അല്ലേ എന്നും പറഞ്ഞ് അവിടെ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ആൾക്ക് ഒരു വയ്യാഴി കണക്ക് വരുന്നുണ്ട്. അയാളിങ്ങനെ സോഫയിലേക്ക് തളർന്നിരിക്കുമ്പോഴേക്കും ആ ലേഡി അവിടെ നാടകം കളിക്കുന്നുണ്ട്. അയ്യോ നിങ്ങൾക്ക് എന്ത് പറ്റി, എനിക്ക് നിങ്ങളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുമ്പോൾ എനിക്കിനി നിന്റെ മകളുടെ മുഖം കാണണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നിയാനെ അടുത്ത് വിളിച്ചിരുത്തുന്ന അവളുടെ അമ്മ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നീ എന്ത് പടിയാൻ കാണിച്ചത്, ആക്സിഡന്റ് പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് പോയി കാണേണ്ടതല്ലായിരുന്നു, അങ്ങനെ പോയി കണ്ടെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന അവരോട് അയ്യോ അമ്മ ഇനി എന്ത് ചെയ്യും, ആ അങ്കിള് നമ്മളോട് പിണങ്ങി പോയില്ലേ, ഇനി കാശൊക്കെ തരുമോന്നെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ അത് സാരില്ല, അയാളെ ഞാൻ എങ്ങനെയും കറക്കിയെടുത്തോളാന്ന് നീ എന്റെ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. ഇത്രയൊക്കെ ആയ ശേഷമാണ് നീസിയുടെ അച്ഛന് ഇവരൊക്കെ പറയുന്നിട്ട് നീസിയെ താൻ എന്തോരം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അവൾക്ക് ഇപ്പൊ തന്നെ കമ്പനിയിൽ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയാണ് താൻ കമ്പനിയിലേക്ക് ഫണ്ട് പോലും കൊടുക്കാതിരുന്നത്, അവൾക്ക് ആവശ്യത്തിന് പോക്കറ്റ് മണി പോലും താൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്തിനേറെ തന്റെ ഗേൾ ഫ്രണ്ടിന്റെ മകൾക്ക് ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും സ്വന്തം മകൾക്ക് താൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഭയങ്കര കുറ്റബോധം തോന്നുന്ന നീസിയുടെ അച്ഛൻ വേഗം തന്നെ നീസിക്ക് നേരിട്ട് ഒരു സോറി എന്ന രീതിയിൽ പോക്കറ്റ് മണി കൊടുക്കാനായി ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേരിട്ട് അങ്ങനെ കൊടുക്കാതെ നീസിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നീസിക്ക് പോക്കറ്റ് മണി ആയി കൊടുക്കണമെന്നും അയക്കുന്നുണ്ട്. ഈ പാതിരാത്രി സമയത്ത് പെട്ടെന്ന് ഇയാൾ എന്തിനും ഇങ്ങനെ കാശ് അയച്ചെന്ന് അത് കാണുമ്പോൾ നീസിയുടെ അമ്മയ്ക്ക് ഒരു ഡൗട്ട്. എന്തായാലും ചുമ്മാതല്ല, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുന്ന നീസിയുടെ അമ്മ വേഗം തന്നെ അതിനെപ്പറ്റി ചോദിച്ചറിയാനായി നീസിയെ വിളിക്കുന്നു. എന്ത് പറ്റി, നീയും അച്ഛനും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ, കുറെ കാശ് അയച്ചിട്ടുണ്ടല്ലോ നിനക്ക് വേണ്ടിന്നെല്ലാം അമ്മ പറയുമ്പോൾ അമ്മയൊന്നും അറിയിക്കാതിരിക്കാനേ ഒന്നും ഇല്ല അമ്മ എന്നെല്ലാം നീസിയും പറയുന്നു. ലിന്നിന്റെ കൂടെ ഡിന്നറിന് പോയെന്നെല്ലാം അമ്മ അതിനുശേഷം അവളോട് കുശലം ചോദിക്കുമ്പോൾ ലിന്നുമായി ഇപ്പൊ നടന്ന കാര്യങ്ങളെ പറ്റി പറയാതെ അവൾ പോയി അമ്മ എന്ന് പറഞ്ഞങ്ങനെ കോള് കട്ടിയാണ്. അവൾ ആകെ അപ്സെറ്റ് ആയിരുന്നു. ആക്ച്വലി ലിന്നും ഭയങ്കര അപ്സെറ്റ് ആണ്. അവന്റെ ഒരു പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പണ്ട് താമസിച്ചിരുന്ന ഇടമാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ലിന്നിന്റെ മുത്തശ്ശിയുടെയും ഫോട്ടോസ്, ലിന്നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അച്ഛനും അമ്മയും ലിന്നും ഒക്കെ എടുത്തിരുന്ന ഫോട്ടോസ്, ലിന്നിന്റെ പഴയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ കാണാം. അതൊക്കെ നോക്കി കുറെ അപ്സെറ്റ് ആയി ലിൻ ഇരിക്കണം. ആക്ച്വലി ലിന്നിന്റെ പ്രധാന സങ്കടം എന്താണെന്ന് വെച്ചാൽ അവൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് നീസിയെ കാണാനായിട്ടായിരുന്നു അന്ന് അവൻ ആ യാത്ര പുറപ്പെട്ടിരുന്നത്, അതിലാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്നാണ്. പക്ഷെ അവന് ഒരു താല്പര്യമില്ലാത്ത ആരോ അവനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുപ്പിച്ച് അതാണല്ലോ അവനെ ആക്സിഡന്റ് ആക്കിയത് എന്നത് ഭയങ്കര ഒരു സങ്കടമായിട്ട് അവന്റെ ഉള്ളിലുണ്ട്. വെറുതെ അനാവശ്യമായ ഒരു യാത്ര ആയിരുന്നല്ലോ, ഒരിക്കലും ഈസി അല്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ യാത്ര പുറപ്പെടില്ലായിരുന്നു, ഡേറ്റിന് പോവില്ലായിരുന്നു. എന്തായാലും അവൻ ആകെ അപ്സെറ്റ് ആണ്. അത് നീസിക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ ലിൻ വന്നിട്ടില്ല എന്ന് കണ്ട് ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ഞാൻ ഇവിടെ ഇല്ല, ഒരു യാത്ര പോവാ, കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് നീസി ഒരു മെസ്സേജ് ലിൻ അയച്ചത് ഇങ്ങനെ വായിക്കുന്നുണ്ട് ആ ടീം. അപ്പോഴേക്കും തന്നെ അവിടെ ഒരു സ്റ്റാഫ് എത്തി സാറിന് കുറച്ച് ദിവസം കാണില്ല എന്ന കാര്യം ബാക്കി സ്റ്റാഫ്സിനെയും അറിയിക്കുന്നുണ്ട്. നീസിക്ക് ഭയങ്കര സങ്കടമാവുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ മാറി നിൽക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നവൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ ആലോചിച്ച് ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും ലിൻ അങ്ങനെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാനുള്ള ട്രിപ്പ് മാത്രമല്ല, ജോലി സംബന്ധമായ അതായത് കമ്പനിയുടെ ആവശ്യങ്ങൾക്കും കൂടിയുള്ള ഒരു ട്രിപ്പായിട്ടാണ് ലിൻ അത് പോകുന്നത്. ഒപ്പം അവനൊന്ന് റിഫ്രഷ് ചെയ്യാനും. അങ്ങനെ പോകുന്ന ടീം ഒരുപാട് സ്ഥലങ്ങൾ ലിൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ പോസ്റ്റ് കാർഡുകളും ശേഖരിക്കുന്നുണ്ട്. അവിടെയൊക്കെ കപ്പിൾസിനൊക്കെ കാണുമ്പോൾ നീസിയെ വല്ലാതെ ലിൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ ഇങ്ങനെ ഉള്ള ടീം അവൾക്ക് ഒരു കത്ത് എഴുതാനായി തീരുമാനിക്കുന്നു. അങ്ങനെ പോസ്റ്റ് കാർഡിൽ അവൻ കുറിക്കുന്നത് ആദ്യമായി അവളെ എപ്പോഴാണ് കണ്ടതെന്ന കാര്യങ്ങളാണ്. അവൾക്ക് പോലും അറിയില്ല. ഇവൻ ഓൾറെഡി ഇവരുടെ ഈ ഓഫീസ് സംബന്ധമായ കൂടിക്കാഴ്ചകൾക്ക് മുന്നേ തന്നെ അവളെ കണ്ടിട്ടുണ്ട്. അതെന്താണ് എപ്പോഴാണെന്ന കാര്യങ്ങളൊന്നും. അതിപ്പോ ലിൻ അവൾക്ക് എഴുതുകയാണ്. മുത്തശ്ശന്റെ നിർബന്ധപ്രകാരം ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനായി, അതായത് മുത്തശ്ശന്റെ തന്നെ പാർട്ടി അറ്റൻഡ് ചെയ്യാനായി ലിന്നിന് പോകേണ്ടി വന്നു. അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ പോകേണ്ടി വന്നതാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം ആളുകളിൽ നിന്നൊക്കെ സോഷ്യലൈസ് ചെയ്യാതെ ഒതുങ്ങി മാറി അവൻ ഇരിക്കുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട് ഇവിടെ കുറെ പെൺപിള്ളേരുണ്ട്, ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാന്നൊക്കെ അവൻ എരിവിരി കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ താല്പര്യമില്ലാതെ അങ്ങനെ ലിൻ ഇരിക്കുകയാണ്. ഇതേ പാർട്ടി പങ്കെടുക്കാനായി നീസിയുടെ അച്ഛൻ എത്തിയിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്നത് നിയാനാണ്, ഗേൾ ഫ്രണ്ടിന്റെ മകൾ. അവിടെ വെച്ച് പക്ഷെ അതേ പാർട്ടിയിൽ പങ്കെടുക്കാനായി നീസിയും വന്നിട്ടുണ്ടായിരുന്നു. നീസിയാകട്ടെ തന്റെ അച്ഛന്റെ മകൾ താനാണ്, പക്ഷെ തന്റെ ഐഡന്റിറ്റി തട്ടിയെടുക്കാനായി ഗേൾ ഫ്രണ്ടിന്റെ മകളായ നിയാൻ ശ്രമിക്കുന്നു എന്ന് കണ്ട് അവൾ നീസിയുടെ അച്ഛന്റെ കെയർ ഓഫിൽ ഒരാളുമായി പരിചയപ്പെട്ട് കോൺടാക്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായി അയാളുടെ വിസിറ്റിംഗ് കാർഡ് ഒക്കെ വാങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന നീസി ചെന്ന കാർഡ് തട്ടിപ്പറിച്ചിരുന്നു. ആക്ച്വലി ഇങ്ങനെ കാർഡ് തട്ടിപ്പറിക്കുന്ന ഒരു കുറുമ്പാണ് ആദ്യമായി ലിൻ നീസിയെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ആ ടീം ഇത് ചെങ്വാന്റെ മകളാണെന്ന് മാത്രമേ അവൻ അറിയൂ. പക്ഷെ അവിടെ ചെങ്വാന്റെ സ്വന്തം മകളും ഗേൾ ഫ്രണ്ടിന്റെ മകളും തമ്മിൽ ചെറിയൊരു സൈലന്റ് വാർ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്
ഇങ്ങനെ ഒന്നും അവൻ അറിയില്ലായിരുന്നു. എന്തായാലും അന്നാണ് അവൾ പോലും അറിയാതെ ആദ്യമായി ലിൻ അവളെ കണ്ടത്. പിന്നീട് ചെങ്ങുവാന്റെ മകളുമായി ഒരു ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് ആ നീസി ആയിരിക്കുമെന്നാണ് അവൻ കരുതി അങ്ങനെ യാത്ര പുറപ്പെട്ടതും പിന്നീട് അത് ആക്സിഡന്റ് ആയതും. അവൾ എന്തുകൊണ്ടാണ് തനിക്ക് ആക്സിഡന്റ് പറ്റി അറിഞ്ഞിട്ടും തന്നെ ഒന്ന് അന്വേഷിച്ച് വരാഞ്ഞതെന്ന് പിന്നീട് ഒരുപാട് തവണ അവളെ കാണുന്നതിന് മുന്നേയും കണ്ട ശേഷമൊക്കെ അവൻ ചിന്തിച്ചെങ്കിലും പിന്നീട് അവളായിരുന്നില്ല അന്ന് ഡേറ്റ് അറേഞ്ച് ചെയ്തത്. അവളുടെ ഐഡന്റിറ്റിയിൽ നിയാനാണ് തന്നെ അപ്രോച്ച് ചെയ്യാൻ നോക്കിയതെന്നും ലിൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ലിൻ ഇങ്ങനെ അവൾക്ക് പോസ്റ്റ് കാർഡ് എഴുതുന്ന ഇതേ ടൈം തന്നെ ലിൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോയല്ലോ, അവൻ ഇനി എന്ന് വരും, അവന്റെ ഒരു മെസ്സേജ് പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ആകെ അപ്സെറ്റ് ആയ ഒരു ഭാഗത്ത് നീസിയും ഉണ്ട്. ഇവർക്കിടയിൽ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്, ഒരു ഗ്യാപ്പ്. ഇതെങ്ങനെ ഇനി മാറും, ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.